സരിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു തിരുത്തൽവാദി തന്നെയാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാലേട്ട, വാര്യർ കൈപിടിച്ചു, വല്ലാത്തൊരു പോക്കായി. ഇനി വാര്യർ സ്നേഹത്തിന്റെ കടയിൽ മുഹബത്ത് വിൽക്കും. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. പാലക്കാട്ടെ കാറ്റ് വഴിമാറി വീശുകയാണ്. പല കക്ഷികളുടെയും പ്രതീക്ഷകൾ അടിതെറ്റി വീണു. BJP നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ പുറത്തേക്കിറങ്ങുകയാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. തുടക്കത്തിൽ CPM-ലേക്ക്, പിന്നാലെ CPI-യിൽ എന്ന പ്രചരണം, ഒടുവിലത് കോൺഗ്രസിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. വമ്പൻ ടിസ്റ്റാണ് സന്ദീപ് വാര്യർ നടത്തിയത്. BJP വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത്. സ്വന്തമായി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത താൻ BJP-യിൽ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. സ്നേഹത്തിന്റെ കടയിൽ താൻ അംഗത്വം എടുക്കുകയാണെന്നും സന്ദീപ് വാര്യർ. കൃത്യമായ രാഷ്ട്രീയ മാറ്റമാണ് തൻ്റേതെന്ന് സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ ആവേശത്തോടെ സ്വീകരിച്ചു. പോളിംഗ് ബൂത്തിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് പാലക്കാടൻ മണ്ണിൽ വമ്പൻ രഥോത്സവമാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. 2 ആഴ്ച നീണ്ട അണിയറ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ വാതിൽ സന്ദീപിന് മുൻപിൽ തുറന്നത്. ഇന്നലെ രാത്രിയോടെ AICC-യുടെ പച്ചക്കൊടി കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി. സന്ദീപുമായുള്ള ചർച്ചകൾ ഒരിടത്തും ചോരാതെ കോൺഗ്രസ് അങ്ങനെ കേഡർ പാർട്ടിയായി. കോൺഗ്രസിൽ ചേർന്നതോടെ സന്ദീപ് വാര്യർ അപ്രസക്തനെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. നല്ല സീറ്റ് കിട്ടട്ടെ എന്ന് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പിണറായിയും BJP-യും ഒത്തുകളിക്കുകയാണെന്ന് സന്ദീപ് വാര്യർ. മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ഇനി സന്ദീപിന്റെ വെളിപ്പെടുത്തലുകളാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.